നമസ്കാരം കൂട്ടുകാരെ. LG കൂട്ടുകായം ഓണക്കൂട്ട് ബൈ ഷെഫ് പിള്ളെ, പ്രസന്റഡ് ബൈ എലൈറ്റ് പായസം മിക്സ്, co-powered by MyG Future, Fira Foods, The Flavor of India, Hawkins, Milky Mist Sweetened Condensed Milk and Sunrich Refined Sunflower Oil. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് രണ്ടു പേരാണ്, രണ്ട് യങ് ആക്ട്രസ്, ശരണ്യ ആൻഡ് അനഘ. സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരെയും നമ്മുടെ ഈ ഒരു ഓണക്കൂട്ടിന്റെ പ്രോഗ്രാമിലേക്ക് വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. വന്നതിൽ അയ്യോ ഞങ്ങൾക്കും ഭയങ്കര ഇതിനിടയിൽ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഇവര് പുതിയ ഈ സിനിമയൊക്കെ അഭിനയിക്കുന്നതിന്റെ ഇടയിൽ ഒരു റെസ്റ്റോറന്റ് ഒക്കെ തുടങ്ങിയിട്ടിരിക്കുകയാണ്. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. ഒരു ഷീസ് എ റെസ്റ്റോറന്റ് കം ആക്ട്രസ്. അപ്പൊ ഒരു പാലയിൽ സ്വന്തമായിട്ടൊരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ് ഒക്കെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. ആക്ച്വലി ഷെഫ് പിള്ളയുടെ ഓരോ വീഡിയോസും ഇതെല്ലാം കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് അതും എനിക്ക് റെസ്റ്റോറന്റ് തുടങ്ങാൻ ഒരു ആഡ് ഓൺ ഫ്യൂവൽ ആയിരുന്നു. ഓ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഞാൻ അവിടെ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും. അതിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. അനഘ, ഓണത്തിന്റെ വിശേഷങ്ങൾ എന്താണ് പറയും? എന്നെ ഓണത്തിന് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കുന്നത് സദ്യ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സീസൺ ആകുമ്പോൾ ഞാൻ എന്തൊക്കെയായാലും നാട്ടിലുണ്ടാവും. എവിടെയാണ് ഓണം ആഘോഷിക്കുന്നത്? ഞാൻ നാട്ടിലാണ്. എൻ്റെ നാട് കാസർഗോഡാണ്, കാഞ്ഞങ്ങാട്. തിങ്കളാഴ്ച നിശ്ചയം മൂവി ഞാൻ അത് സിനിമ കണ്ടില്ല തിയേറ്ററിൽ വന്നപ്പോൾ. ഒരുപാട് റിവ്യൂസ് ഇങ്ങനെ. അപ്പോൾ ആ ഇടയ്ക്ക് ഞാൻ ഭയങ്കര ട്രാവലും തിരക്കൊക്കെ ആയിട്ട് അപ്പം എവിടെ നോക്കിയാലും അതിൻ്റെ റിവ്യൂസ് ഫേസ്. അപ്പോൾ എന്തായാലും കണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ദിവസം രാത്രി ഇരുന്ന്, സാധാരണ ഇങ്ങനെ സിനിമ കണ്ടെങ്കിൽ ഉറങ്ങിപ്പോവും, പക്ഷെ അത് കാണാൻ അപ്പോൾ അതിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടതും ഒക്കെ കാരണം ആ സിനിമ കണ്ട് ആ മലബാർ ഏരിയയിലെ ആ സ്ലാഗ്, സംഭാഷണം, ആ കല്യാണ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അത് ഇതൊക്കെ കണ്ട്, കല്യാണമല്ല മംഗലം ഇല്ലേ, നിങ്ങളുടെ നാട്ടിൽ മംഗലം അല്ലേ? മംഗലം. അത് ആ മംഗലത്തിൻ്റെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് ശരിക്കും ഇൻസ്പയർ. അപ്പം അവിടെയാണ് ഓണം ആഘോഷിക്കുന്നത്. എന്താ ഇപ്പം ഈ സിനിമയൊക്കെ ആയിട്ട് കൊച്ചിയിലൊക്കെ വന്നിട്ട് ഇവിടുത്തെയൊക്കെ രീതികളൊക്കെ കണ്ടല്ലോ. എന്താണ് ഈ തെക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ സെൻട്രൽ കേരളയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ മലബാർ അങ്ങ് കാഞ്ഞങ്ങാടത്തെ ഓണമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഞാൻ ഇതുവരെ ഇവിടുത്തെ ഒരു ഓണം എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് അതിനുള്ള ഒരു അവസരം കിട്ടി. സദ്യ കഴിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ട്. വ്യത്യാസം എന്താണ്? എനിക്ക് തോന്നുന്നു കറീസിന്റെ ഐറ്റംസ് കൂടുതൽ ഇവിടെയാണ്. പിന്നെ ഞങ്ങളുടെ നാട്ടിലും ട്രിവാൻഡ്രത്തും മാത്രമാണ് ഈ ബോളി ഹോളികയാണ്. അതും ഭയങ്കര, പക്ഷെ ഹോളികയ്ക്കാണ് ടേസ്റ്റ് കൂടുതൽ. ഭയങ്കര കച്ചവട വലുതാണ്. നമ്മുടെ ട്രിവാൻഡ്രത്തെ ബോളി നല്ല മൃദുവായിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ മുറിഞ്ഞു വരും. മറ്റേ ഇച്ചിരി കട്ടിയുണ്ട്, ഉള്ളിൽ സ്റ്റഫിംഗ് ഒക്കെ ഉണ്ട്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഹോളിക കഴിച്ചിട്ടുണ്ട്. സദ്യയിലെ വിഭവങ്ങളിൽ ഏറ്റവും ഇഷ്ടം ഏതാണ്? എനിക്കെല്ലാം ഇഷ്ടം. ഞാൻ കഴിക്കുന്നത് കണ്ടാൽ ചില മൊത്തം അവസാനം അത് വെളിയിലോട്ട് ഇട്ടാ കാക്ക തന്നെ വീഴും. ആ രീതിയിലാണ്. വാട്ട്സ് യുവർ ഫേവറേറ്റ്? പാലക്കാരി. എനിക്കറിയാം പാലക്കാരിയല്ല, ഞാൻ തൃപ്പൂണിത്തുറക്കാരിയാണ്. ഞാൻ എറണാകുളംകാരിയാണ്. അതെ അതെ. പാലക്കാരിയല്ല. ഞാൻ എൻ്റെ ഫസ്റ്റ് ബിസിനസ്, അതും റെസ്റ്റോറൻറ്റ് തന്നെ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചെറുപ്പം തൊട്ടേ പാചകം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ ഫൈനലി എനിക്കത് എൻ്റെ സ്വന്തം ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റി. അത് ഞാൻ തുടങ്ങിയ തിടനാട്. കാരണം എൻ്റെ ഫാദർ സൈഡിൻ്റെ എക്സ്റ്റെൻഡഡ് ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ അവിടെയാണ്. അപ്പോൾ അവിടെ എനിക്ക് കുറച്ച് പരിചിതമാണ് സ്ഥലം. എൻ്റെ റെസ്റ്റോറൻറ്റ് പേര് ലാഗോ റെസ്റ്റോറൻറ്റ്. എന്താണ് ആ പേരിടാൻ കാര്യം? അത് ലാഗോന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ സറൗണ്ടഡ് ബൈ വാട്ടർ എന്നാണ്. അപ്പോ ആ തിടനാട് ലഗൂണിന്റെ പോലെ തന്നെ വേറൊരു ഡിഫറെന്റ് വേർഷൻ, സറൗണ്ടഡ് ബൈ വാട്ടർ. ലഗൂൺ എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് പ്രോപ്പർ ഇങ്ങനെ ഐലൻഡ് പോലെ അല്ല, അതുപോലെ തന്നെ ഇരിക്കുമല്ലോ, തടാകം പോലെ. ഇത് ലാഗോ സറൗണ്ടഡ് ബൈ വാട്ടർ. അവിടെയും ചുറ്റിനും വാട്ടർ ഉണ്ട്, കുറെ മലയും കുന്നും അതിൽ നിന്ന് ഒഴുകി വരുന്ന ചെറിയ ചെറിയ അരുവികളും, അങ്ങനെ സുന്ദര മനോഹരമായിട്ടുള്ളൊരു നാടാണ് തിടനാട്. നിങ്ങൾ ഓണത്തിന് വന്ന കാരണം ഒരു അവിയലാണ്, പക്ഷെ അവിയലിന് കുറച്ച് പ്രത്യേകത. നിങ്ങൾ വന്നുകൊണ്ട് നമ്മൾ കുറച്ചൊരു ഫ്യൂഷൻ, ഒന്ന് രണ്ട് ടെക്നിക്സ് ഈ അവിയലിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു നോൺ വെജിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ അവിയലിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു മറിനേഷൻ. ഫസ്റ്റ് ഈ മഞ്ഞപ്പൊടിയും പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഉപ്പൂടി ഇട്ടിട്ട് ഈ പച്ചക്കറി ഒന്ന് മറിനേറ്റ് ചെയ്തൊരു സാധാരണ 10-20 മിനിറ്റ്സ് വെക്കും. അപ്പോൾ അതിനൊരു എക്സ്ട്രാ ഫ്ലേവർ ആ വെജിറ്റബിളിനകത്ത് വരും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആദ്യം കുറച്ച് ടർമറിക് പൗഡർ, അതിനോട് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഈ വെളിച്ചെണ്ണ എങ്ങനെ ഒഴിച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് കറക്റ്റ് ഇത് അതിൻ്റെ ഒരു ലൈന് പോലെ ആക്കി. ഓക്കെ, ഇത് അതിനെ മറിനേറ്റ് ചെയ്യാനുള്ളതാണ്. ഇനി അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ആവശ്യമുള്ള പച്ചക്കറികളൊന്നും ഇടുകയാണ്. മുരിങ്ങയ്ക്ക, വെള്ളരിക്ക, അച്ചിങ്ങ. മുരിങ്ങയ്ക്ക ഇങ്ങനെ കഷ്ണം ഒക്കെ ആക്കിയിട്ടാണല്ലോ, ഓപ്പൺ ആക്കൂല? ഓപ്പൺ ആകുമ്പോൾ കുറച്ചുകൂടെ അതിന്റെ കറക്റ്റ് ഇത് ഫ്ലേവർ ആയിട്ട് കിട്ടും. അത് സാമ്പാറിനകത്താണ് മുഴുവനായിട്ട് ഇടുന്നത്. അവിയലിനകത്ത് കടിച്ചു കൂറാൻ എളുപ്പത്തിൽ വേണം. ഇതിനകത്ത് കുറച്ച് പടവലങ്ങ, കുറച്ച് ക്യാരറ്റ്,
ചേന. പിന്നെ ചില സ്ഥലങ്ങളിൽ പൊട്ടറ്റോ ഇടും, ചില സ്ഥലങ്ങളിൽ ഇടില്ല. ചിലർ വഴുതനങ്ങ ഇടും, ചിലർ തക്കാളി ഇടും. എന്ത് വേണം, ഇതൊക്കെ അവിയലിന് നമ്മുടെ ചോയ്സാണ്. ഇപ്പം മോഡേൺ ഹെൽത്തി അവിയലിനകത്ത് ബ്രോക്കലി ഇടും, കോളിഫ്ലവർ ഇടും, അതുപോലെ ബട്ടർനട്ട് സ്ക്വാഷ്, അങ്ങനെയൊക്കെയുള്ള മോഡേൺ വെജിറ്റബിൾസ് പോലെ ആസ്പെരാഗസ്. ഇത്ര വെജിറ്റബിൾസ് മാത്രമേ ഇടാൻ പാടില്ല. അങ്ങനെ എന്ത് വേണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിയലിനെ മാറ്റാൻ പറ്റും. ഇതിനകത്ത് കുറച്ച് വെളുത്തുള്ളി ഇടും. വെളുത്തുള്ളി ഇടാത്തവരുണ്ട്. അപ്പൊ കുറച്ച് പൊട്ടറ്റോ, കുറച്ച് വാഴയ്ക്ക. അപ്പൊ ഇതെല്ലാം അവിയലിന്റെ ഒരു കട്ടിങ് നമുക്കറിയാലോ, അതിന്റെ ഒരു സൈസ് എല്ലാം കൃത്യമായിട്ട് അത് ഈ ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ്. അപ്പൊ ഈ പച്ചക്കറി ഒന്നിട്ടു, ലേശം കറിവേപ്പിലയും കൂടി ഇട്ടു, ദെൻ സം ഗ്രീൻ ചില്ലീസ്. ഇനി ഇതിനെ ഒന്ന് ആ മസാലയിലൊന്ന് മറിനേറ്റ് ചെയ്യാണ്. അപ്പൊ ആ ഉപ്പും മഞ്ഞളൊക്കെ ഓരോ കഷ്ണങ്ങളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. യെസ്. എത്ര നേരം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം? യൂഷ്വലി ഒരു 20 മിനിറ്റ്സ് ആണ് സാധാരണ. ഒരു 10 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഫ്രിഡ്ജിലൊക്കെ കട്ട് ചെയ്തിട്ട്. അപ്പം നമ്മൾ ഇപ്പോഴൊക്കെ ഓണം എന്നൊക്കെ പറഞ്ഞാൽ മിസ്സംബിളെ ഈ കുക്ക് ചെയ്തും 4-5 വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ സമയമാണെങ്കിൽ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് മറിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുത്തങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പ്രീവിയസ് ഡേയിൽ ഇതൊക്കെ ചെയ്ത് വെച്ചാൽ ഓണം സദ്യയൊക്കെ ഗംഭീരമായിട്ട് ഉണ്ടാക്കും. ഇപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ച് വാങ്ങിച്ചു. അപ്പോൾ കൂട്ടുകറി, അവിയൽ, സാമ്പാർ എന്ന് പറഞ്ഞാൽ കോമൺ വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ഈ അവിയലിനുള്ളത് ഈ രീതിയിൽ കട്ട് ചെയ്യുന്നു, സാമ്പാറിനുള്ളത് വേറെ കട്ട് ചെയ്യുന്നു, കൂട്ടുകറിക്കുള്ള 3 കട്ട് ചെയ്തിട്ട് 3 കണ്ടെയ്നറിലായിട്ട് നൈറ്റ് തന്നെ മാറ്റി വെച്ചാൽ രാവിലെ പാചകിക്കുന്ന നേരത്ത് ഇതങ്ങോട്ട് എടുത്ത് അവിയലുണ്ടാക്കുക, അതെടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ 1 മണിക്കൂർ കൊണ്ട് 8-10 വിഭവങ്ങളൊക്കെ അങ്ങ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് മറിനേറ്റ് ചെയ്തു. അപ്പോൾ ആ വെളിച്ചെണ്ണയും ഉപ്പും ഒക്കെ ഓരോ വെജിറ്റബിളിലും എത്തും. എന്നിട്ട് ഇതിങ്ങനെ വെക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ടിസ്റ്റ് നമ്മൾ ചെയ്യുക, സാധാരണ ഇതിനകത്ത് വെള്ളം ഒഴിച്ചാണ് വേവിക്കുക. അപ്പോൾ ഇത്തവണ നമ്മൾ ഒരു ടെക്നിക്കായിട്ട് കരിക്കിൻ്റെ വെള്ളമാണ് ഒഴിക്കുക. അപ്പോൾ ഇതിനകത്ത് പച്ചവെള്ളം ഒഴിക്കുകയില്ല. കരിക്കും വെള്ളത്തിൽ ആവിയിൽ മെല്ലെ വേവിച്ച് ഇതിനകത്ത് സാധാരണ ഇടാത്ത ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞ അവിയലിനകത്ത് അതേ കരിക്കിൻ്റെ, ഇതൊരു വെടലപ്രയുരത്തിലുള്ള കരിക്കാണ്. അതെ, അതായത് കരിക്കെന്ന് പറയുമ്പോൾ 2 ഉണ്ട്. ഏറ്റവും മലായി ആയിട്ട് കിട്ടുന്ന വെറും ഇളനീരെന്ന് പറയും. അതിനകത്ത് വെള്ളത്തിന് ഭയങ്കര മധുരമായിരിക്കും, ഇളനീരുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് വേറൊരു പരുവുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള തേങ്ങയാവുന്നതിന് മുമ്പുള്ള പരുവത്തിൽ പറയുന്നതാണ് വെടല എന്ന് പറയുന്നത്. അപ്പോൾ വെടലയാകുമ്പോൾ ഇത് തേങ്ങയുമല്ല കരിക്കുമല്ല, ഒരു സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ 4-5 പീസ് ഇട്ടിട്ട് അപ്പോൾ ഒരു ബൈറ്റ് കൂടെ തേങ്ങയുടെ ഒരു ബൈറ്റും കിട്ടും. അപ്പൊ അങ്ങനെ ഒരു സാധനമാണ് നിൽക്കാട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്കിതൊന്ന് മറിനേറ്റ് ചെയ്ത് കുറച്ച് ഒരു 2-3 മിനിറ്റ്സ് ഇരിക്കാം. അതുവരെ ഒന്ന് വിശേഷം പറയാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെക്കാം. അപ്പോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇനി പറയൂ. നിങ്ങൾ അത് രണ്ട് ഒരാള് അങ്ങേ അറ്റം, ഒരാള് സെൻട്രൽ കേരള, തൃപ്പൂണിത്തറക്കാരി, കൊച്ചിക്കാരി. ആദ്യത്തെ പടം മറഡോണ, ആദ്യത്തെ സിനിമ മറഡോണ, ടൊവിനോടൊപ്പം. മറ്റേ തിങ്കളാഴ്ച നിശ്ചയം, അത് ഭയങ്കര നിരൂപക പ്രശംസ നേടി. ഭയങ്കര, ഞാൻ പറഞ്ഞല്ലോ, അത് 2 സിനിമ നമ്മൾ കണ്ടാണ്. അതൊരു പ്രത്യേക രീതിയിൽ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പൊ ആ 2 പേര് എങ്ങനെ കൊച്ചി വന്ന് ഫ്രണ്ട്സ് ആയതാണോ, എങ്ങനെ ഫ്രണ്ട്സ് ആയി? ഞങ്ങൾ 2 പേരും ഒരു പ്ലേ ചെയ്തായിരുന്നു. ഞങ്ങൾ സിനിമാ പ്രവർത്തകർ മാത്രമല്ല, ഞങ്ങൾ നാടക പ്രവർത്തകരും കൂടിയാണ്. അതിനു മുമ്പേ അല്ല, സിനിമയോടൊപ്പം ഇതും കൊണ്ടുപോകുന്നുണ്ട്. അതിനു മുമ്പും നാടക പ്രവർത്തനം ഉണ്ടായിരുന്നു. പരിചയപ്പെട്ടത് കഴിഞ്ഞ കൊല്ലം, വളരെ കഴിഞ്ഞ കൊല്ലമായിരിക്കും നമ്മൾ പരിചയപ്പെട്ടത്. 1 വർഷം കൊണ്ടാണോ, ഒരു നൂറ്റാണ്ടിന് മുമ്പേ പണ്ട് അത് കഴിഞ്ഞ ജന്മം മുതൽ പരിചയമുള്ള 2 സുഹൃത്തുക്കൾ പോലെ? അതെന്താ വെച്ചാൽ ഞങ്ങൾ നാടകം ചെയ്തു. ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് PR അരുൺ സംവിധാനം ചെയ്ത നാടകമായിരുന്നു. അപ്പം അതിൽ ഞങ്ങൾ ഒരു ഗ്യാങ് ആയിട്ടൊരു ക്യാമ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങളൊരു കുടുംബം പോലെ ആയിരുന്നു കഴിഞ്ഞു. അതിൽ ഞാനുണ്ട്, അനഘ, ജിയോ ബേബി, സിദ്ധാർത്ഥ്, പിന്നെ കുറച്ച് നാടക പ്രവർത്തകർ, കിഷോർ, അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഇത്രയും ഫ്രണ്ട്സ് ആവാൻ നിങ്ങളുടെ 2 പേരുടെയും കോമൺ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്? സിനിമ മാത്രമാണോ? ഞങ്ങളുടെ പാഷൻ ആർട്ട്, പിന്നെ കല. അത് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാനുള്ള സിനിമ, കല കാര്യങ്ങളാണ് ഞങ്ങൾ കൂടുതൽ സംസാരിക്കുക. പിന്നെ ഞങ്ങളുടെ മെയിൻ ഒരു കോൺവെർസേഷൻ ഫുഡാണ്. എന്ത് പോയി ഭക്ഷണം കഴിക്കും, ഞങ്ങൾ കൂടുതലും കൺഫ്യൂഷനാണ്. പിന്നെ കൊച്ചി ഇഷ്ടം പോലെ ഹോട്ടൽസ് ആണല്ലോ, ഓരോ സ്ഥലത്തും പോയിട്ട് എന്ത് കഴിക്കും. ഞാനാണ് കൂടുതലും നിങ്ങൾ എന്ത് കഴിക്കണം എന്ന് ഡിമാൻഡ്. ഓക്കെ, അത് എല്ലാം ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് എല്ലാം പരിചയിച്ച് ബാക്കിയുള്ള എല്ലാവരും ഒരു ഗൈഡ് ചെയ്ത് മെന്റർ, ഫുഡിന്റെ കാര്യത്തിൽ മെന്റർ, ഇന്ന റെസ്റ്റോറൻറ്റിൽ പോയി ഇന്നത് കഴിക്കാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇൻസ്പയർ ചെയ്ത് കൊണ്ടുവന്ന ഒരാളായിരിക്കും. അങ്ങനെ അതിനേക്കാൾ കൂടുതൽ ഏത് റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾ എന്ത് ഡിഷ് കഴിക്കാം എന്ന് ഞാൻ പറയും. കാരണം എനിക്ക് അവരുടെ എല്ലാവരും കഴിക്കാനായിട്ട് വേണ്ടിയിട്ടാണ്. അപ്പൊ 2 പേര് 2 വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരികയാണ്. കൊച്ചി പോലെ ഭയങ്കര ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയിൽ ജനിച്ചു വളർന്ന ഒരാള്. ഇത് കാസർഗോഡ് വേറെ രീതിയിൽ വെച്ചാൽ അങ്ങനല്ല, കാസർഗോഡിൻ്റെതായ പൈതൃകവും ഒരു രസമുള്ള, നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അവിടുത്തെ ഭാഷ പോലും എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട. അപ്പോൾ ആ 2 പേര് വന്ന് ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് ഇങ്ങനെ ഫ്രണ്ട്സ്. അപ്പോൾ ആ 2 കൾച്ചറൽ ഡിഫറൻസ് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? എന്ത് രസമായിട്ടാണ്? ശരിക്കും അങ്ങനത്തെ ഒരു ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പൊ നേരത്തെ പറയുന്ന പോലെ നമ്മളെപ്പോഴും കണ്ടു കഴിഞ്ഞാൽ സിനിമേനെ പറ്റിയായിരിക്കും, ഫുഡിനെ പറ്റി, ഇപ്പൊ എപ്പോഴും കോമൺ കാര്യങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ ഈ കാസർഗോഡ്
മറ്റേ അനക്ക താമസിക്കുന്ന സ്ഥലത്തെ വിശേഷങ്ങളും അവരുടെ ഒരു സ്ലാങ്ങും നമുക്കിപ്പോഴും കുറച്ച് ഫ്രഷാ. കുറച്ചും കൂടി എന്താ പറയാ, അത് അവർ കുറച്ചും കൂടി തനിമ നിറഞ്ഞ ശൈലി അവരെപ്പോഴും കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ഇവള് ഇടയ്ക്കൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര കൗതുകത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. ഇപ്പൊ നിങ്ങളെ രണ്ടുപേരെയും കണ്ട് സംസാരിച്ചപ്പോൾ ഈ ഒരു 5 minutes കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. രണ്ടുപേരും രണ്ടുപേരുടേതായ രീതിയിലുള്ള കുറേ ഐഡിയാസ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. അത് ഈച്ച് അതർ എങ്ങനെ നിങ്ങൾക്ക് ബെറ്റർമെന്റ് ആയിട്ട് മാറുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ ഇംപ്രൂവൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ നല്ല ക്രിട്ടിസൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഇംപ്രൂവൈസ് ചെയ്യാനും ചലഞ്ച് ചെയ്യാനും അതിനെ മെൻറ്റർ ചെയ്യാനൊക്കെ രണ്ടുപേരും അടി നീ ചെയ്തേ അത് കൊള്ളാട്ടോ സൂപ്പറായിട്ട്, അല്ല ഇത് എത്ര ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ഈവൻ ഫാഷൻ നിങ്ങളുടെ ഡ്രസ് സെൻസ് ആയിരിക്കാം, മേക്കപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അഭിനയിച്ചായിരിക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ള പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൻ്റെ ഗോൾസിനെ കുറിച്ചായിരിക്കും ഒക്കെ സംസാരിക്കുമല്ലോ നല്ല ഫ്രണ്ട്സ് ആകുമ്പോൾ. അതെങ്ങനെ ഈച്ച് അതർ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്? ആക്ച്വലി ഷെഫിൽ ഇപ്പോൾ പറയുമ്പോഴാണ് ഞാൻ ഇത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ശരിയാ ഇത് ഞങ്ങളുടെ ഡെയിലി ഒരു യൂഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഇത് വളരെ നാച്ചുറൽ ആയിട്ട് പോകുന്നതാണ്. ഇപ്പൊ ഞങ്ങൾ നാടകത്തിലാണെങ്കിൽ പോലും ഓരോ സീൻസ് ഇംപ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ മൂവി റിഗാർഡിംഗ് ആണെങ്കിൽ പോലും അതെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട ഉപദേശം തരിക, ഇംപ്രൂവ് ചെയ്ത് ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ള സജഷൻസ് ഒക്കെ തരിക. മൂവി റിലേറ്റഡ് മാത്രമല്ല, ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ഡൗൺ ആണെങ്കിൽ പോലും, ഞാൻ ഡൗൺ ആണെങ്കിലും ശരണ്യ അത് എങ്ങനെയായാലും അത് മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി അതെല്ലാം എപ്പോഴും ഉണ്ടാവാറുണ്ട്. ആക്ച്വലി നമ്മൾ ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. അപ്പൊ ജസ്റ്റ് എൻ്റെ ആവിയിൽ അങ്ങോട്ട് വരുമ്പം ജസ്റ്റ് ഇത് വേവാൻ ആവശ്യമുള്ള ഇളനീരൊഴിച്ചിട്ട് ഈ പച്ചക്കറിയെ വേവിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ആവിയിൽ വെന്തോട്ടെ, എന്നിട്ട് നമ്മുടെ കഥകൾ തുടരാം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ആ കരിക്കും വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്, അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട് ആവിയിൽ. അപ്പോൾ അത് ഇളക്കാതെ ആ കഷ്ണങ്ങളൊക്കെ സോഫ്റ്റായിട്ട് വേവാൻ വാഴയില വെച്ച് മൂടി. അതിപ്പോൾ വാഴയില തന്നെ വേണമെന്നില്ല, ലിഡായാലും മതി. അപ്പോൾ ഇനി നമ്മുടെ കഥയിലേക്ക് വരാം. മറഡോണയിൽ നായികയായിട്ടാണ് എത്തിയത്. എങ്ങനെയാണ് ആ വരവ്? ഞാൻ ഇവിടെ ഞാൻ കൊച്ചിക്കാരിയാണല്ലോ. അതെ, എപ്പോഴും പറയേണ്ട കാര്യമില്ല, അത് കണ്ടാൽ തന്നെ അറിയാം. വർത്തമാനത്തിലുണ്ട് ആ സ്മാർട്ട്നെസ്സിനകത്തുണ്ട് കൊച്ചിക്കാരിയാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, പറഞ്ഞു. അപ്പൊ ഞാൻ MBA പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഓഡിഷൻസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. നാടകവും ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നതാണോ? ഏത് ഇയറിലാണ് അല്ലെങ്കിൽ ഏത് ക്ലാസ് വെച്ചിട്ടാണ് എനിക്കൊരു സിനിമാ താരമാവണം അല്ലെങ്കിൽ ഒരു കലാകാരി ആവണമെന്ന് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ വന്നിട്ടായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുക? അല്ലെങ്കിൽ വീട്ടിൽ പാരൻസോ അല്ലെങ്കിൽ ഒത്തിരി റിലേറ്റീവ്സ് ഒക്കെ ആ ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് കണ്ടെന്ന് പറയാം. അതല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഏജിലായിരിക്കും പർട്ടിക്കുലർ അത് രഹസ്യമായിട്ടായിരിക്കും വെച്ചത്. എപ്പോഴാണ് ശരിക്കും ആദ്യമായിട്ട് തോന്നിയത്? ആക്ച്വലി എനിക്ക് ചെറുപ്പം തൊട്ടേ ഞാൻ TV പ്രോഗ്രാംസ് സിനിമ എല്ലാം കണ്ട് ഭയങ്കര ഫാസിനേഷൻ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര എക്സൈറ്റ്മെന്റാ. ഞാൻ ജനിച്ചത് നോർത്ത് ഇന്ത്യയിലായിരുന്നു. ഞാൻ ജനിച്ചത് ഇൻഡോറിലാണ്. അച്ഛൻ അവിടെ പ്രൈവറ്റ് ബിസിനസ് ഒക്കെ ആയിരുന്നു, അപ്പോൾ കോൺട്രാക്ടിങ് ഇതൊക്കെ ആയിരുന്നു. മധ്യപ്രദേശ് ഇൻഡോറിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ബോംബെയിൽ പോയി, അപ്പൊ അവിടെ ആയിരുന്നു. അപ്പൊ നന്നായിട്ട് അറിയായിരിക്കും. ഹിന്ദി അറിയാം, ഹിന്ദിയും അറിയാം. അപ്പൊ ഫസ്റ്റ് ഹിന്ദി അറിയാന്ന് പറഞ്ഞിട്ട് വേറെ ഏതൊക്കെ ലാംഗ്വേജ് അറിയാം? ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ് അറിയാം. തെലുഗു പഠിച്ചു വരുന്നു. ഞാൻ ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, തെലുഗു വെബ് സീരീസ്. കന്നഡ അറിയില്ല. അതും കൂടിയാ അപ്പൊ ഞാൻ ബോംബെയിൽ ജനിച്ചപ്പോ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഹിന്ദി മൂവീസാ. അപ്പൊ ഞാൻ അപ്പൊ തൊട്ട് ഷാരൂഖ് ഖാൻ, കാജൽ ഇതിന്റെ ഒക്കെ കോംബോ കണ്ട് ഞാൻ ഐ യൂസ് ടു ഇമിറ്റേറ്റ് ദം. അപ്പൊ തൊട്ട് എന്താണ് അങ്ങനെ അങ്ങനത്തെ കുറെ മൂവീസ് ഒക്കെ കാണുമായിരുന്നു. പിന്നെ ഐ യൂസ് ടു ഇമിറ്റേറ്റ് ദം. പിന്നെ ഇവിടെ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ജഗതി ചേട്ടൻ, കൽപ്പന ചേച്ചി, ഉർവശി ചേച്ചി, രേവതി ചേച്ചി എല്ലാവരുടെയും സിനിമകൾ കാണുമായിരുന്നു. മലയാളം പഠിക്കാനും എല്ലാത്തിനും. കാരണം ഇവിടെ വന്നാൽ ജീവിക്കണമെങ്കിൽ മലയാളം അറിയണം. അപ്പൊ ഹിന്ദിയൊക്കെ മാറ്റി വെച്ച് മലയാളത്തിലോട്ട് പയറ്റാൻ തുടങ്ങി. പിന്നെ എനിക്ക് നാടകം, വായന അതിലോട്ടൊക്കെ കയറി, ലിറ്ററേച്ചറിലോട്ടൊക്കെ കയറി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഗ്രാജുവലി നമ്മൾ നാടകം ഒക്കെ ചെയ്യുമായിരുന്നു. കോളേജിലൊക്കെ പഠിക്കുമ്പോഴും യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇതൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഫൺ എന്ന രീതിയിലാണ്. അപ്പോഴും സീരിയസ് ആയിട്ട് സിനിമയൊന്നുമില്ല. കാരണം ഞാൻ വരുന്നത് ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ തീരെ പറ്റൂല. അത് അവർക്ക് പേടിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ ഇൻഡസ്ട്രിയാണ്, വേറെ ലോകമാണത്. ആർക്കും ഒന്നും അറിയത്തൊന്നുമില്ല. അപ്പോൾ ആരുമില്ല. പക്ഷെ എൻ്റെ അമ്മ എന്ത് ചെയ്യുന്നത്, എന്നെ എപ്പോഴും ഡാൻസ്, പാട്ട്, ഇങ്ങനെ കലാപരമായിട്ട് വീട്ടുകാർ ഭയങ്കര പ്രോത്സാഹനം. ഒരു സിനിമാ നടിയാക്കണമെന്നൊന്നുമില്ല, പക്ഷെ കലാപരമായിട്ട് കുറച്ച് സ്കിൽ സെറ്റ് അല്ലെങ്കിൽ അത് ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു പാരന്റ്സ് ആ ഒരു രീതിയിലാണ്. അതെ. അപ്പം അങ്ങനെ പഠിച്ചോണ്ടിരിക്കും. കാരണം MBA പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും മകള് ജോലിക്ക് പോകുമല്ലോ, അങ്ങനെയാണ്. അപ്പൊ ഞാൻ ആ പഠിക്കുന്ന ഇടയിൽ കുറച്ച് ഇങ്ങനെ ആഡ്സ്, മോഡലിംഗ് ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെയായിരുന്നു ഇതിന്റെ ഓഡിഷൻ
വരുന്നത്. അപ്പോൾ കൂടെ തന്നെ എനിക്ക് പ്ലേസ്മെൻറ്റും കിട്ടിയായിരുന്നു. ഐ മീൻ PG കഴിഞ്ഞപ്പോഴത്തേക്കും പ്ലേസ്ഡും ആയിരുന്നു. അപ്പോൾ ഞാൻ വർക്കിന് കയറി കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വിളിച്ചു. അപ്പോൾ വീട്ടിൽ എനിക്ക് പറയാൻ പേടിയാണ്, കാരണം ജോലി കിട്ടി, ഇനിയും മകള് അവർ ദൈവ പർട്ടിക്കുലർ ഈ ജോലിക്ക് തന്നെ പോകണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ വീട്ടുകാരറിയാണ്ട് അതിന് ഓഡിഷൻ അറ്റൻഡ് ചെയ്തു. കിട്ടുമെന്ന് വിചാരിച്ചതല്ല, കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാ പോയത്. അതുകൊണ്ട് അവർ വിചാരിച്ചു ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്. ആക്ച്വലി കിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു. അങ്ങനെയാണ്. എന്തായാലും പറഞ്ഞാൽ അഥവാ കിട്ടിയാൽ തന്നെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് പറയില്ല, അങ്ങനെ വേണമെങ്കിൽ നോ പറയാം. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് കിട്ടിയാൽ എന്തില്ലെങ്കിൽ എന്നും പറഞ്ഞ് നമുക്ക് വേണ്ട ആ ഒരു അതെ, ആക്ച്വലി മറഡോണ മറ്റേ ഓഡിഷൻ, അതും ടൊവിനോട് കൂടെ ഒരു പടം, അതറിയായിരുന്നു. അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഓഡിഷൻ ചെല്ലുമ്പോ തന്നെ വിഷ്ണു നാരായൺ ഡയറക്ടറിനെ കാണുമ്പോ തന്നെ ഇവരൊക്കെ ആരാ ഒന്നും അറിയാൻ പാടില്ല, വേഗം ചെയ്തിട്ട് പോവാം അങ്ങനത്തെ രീതി. അപ്പൊ ഇവരെന്ത് സാധനം ഓഡിഷന് സീൻ വരുമ്പോൾ വേഗം ചെയ്ത് തീർത്തിട്ട് അങ്ങ് പോവാ ഞാൻ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഹീറോ കഥ പറഞ്ഞു തരുന്നു. എന്നിട്ട് കഥയിലെ നായകൻ ടൊവിനോ ആണ് എന്ന് പറഞ്ഞു. അപ്പത്തേക്ക് സിനിമയ്ക്ക് ഇറങ്ങിയിരിക്കുക. അപ്പൊ ഇതെന്തോ പ്രാങ്ക്, അല്ലെങ്കിൽ എന്നെയൊക്കെ ഈ പടത്തിന് എടുക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ ഞാൻ വിചാരിക്കായിരുന്നു. പിന്നെ എൻ്റെ അടുത്തൊന്ന് പ്രസ് മീറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, വിഷ്ണുവേട്ടാ എൻ്റെ വീട്ടുകാർക്ക് ഇതറിയില്ല, പടം ഇറങ്ങുമ്പോൾ വീട്ടുകാർ അറിഞ്ഞാൽ പോരെ. അപ്പോൾ വിഷ്ണുവേട്ട പറയൂ അങ്ങനെ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വിഷ്ണുവേട്ടൻ നേരെ വീട്ടിൽ വരികയും ചെയ്തു. എന്നിട്ട് അങ്ങനെ കൺവിൻസ് ചെയ്തു. പിന്നെ പ്രസ് മീറ്റ് അങ്ങനെ പിന്നെ ഫുൾ സപ്പോർട്ടാ. അനഘ, എങ്ങനെയാണ് ഇതേപോലൊരു സ്റ്റോറി നമ്മളും കേൾക്കണം? തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒരു സ്റ്റോറി തന്നെയുണ്ട്. ഞാൻ ആക്ച്വലി എനിക്ക് അഭിനയിക്കണം എന്ന് തീരുമാനിച്ചത് 4 വയസ്സിലാണ്. 4 വയസ്സുള്ള ആഗ്രഹം. ചെറുതിൽ വീട്ടിലെ സിനിമ, എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ ഭയങ്കര എന്താ പറയാ, അവർക്ക് ഭയങ്കര പ്രാന്താണ് കലയോട്. ഭയങ്കര നാടകം. അച്ഛനും ആർട്ടിസ്റ്റ് ആണ്. ഞങ്ങള് രണ്ടുപേരും തിയേറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോ ചെറുതിലെ ലാലേട്ടന്റെ പടം കണ്ടിട്ട് എനിക്കിതാണ് പുള്ളിക്കാരനെ എൻ്റെ അച്ഛനായി ഇമാജിൻ ചെയ്ത് ഇങ്ങനെ ഓരോ പരിപാടികൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെന്നൊക്കെ പറഞ്ഞ ഒരു 2019 ശേഷമാണ് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസും അറിയാൻ തുടങ്ങിയിരുന്നത്. അതുവരെ എല്ലാവർക്കും ഓക്കെ അഭിനയിക്കണം എന്ന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നാടകം ചെയ്യുക, ഇങ്ങനത്തെ പരിപാടികളായിരുന്നു. അപ്പൊ ഞാനൊരു 3rd സ്റ്റാൻഡേർഡ് മുതലേ ഓഡീഷൻസിനൊക്കെ അയക്കും. അപ്പോൾ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ട് നമ്മുടെ പോസ്റ്റ് വഴി ലെറ്റർ അയക്കുക. ട്രിവാൻഡ്രം വരെ ഞാൻ പോവും. അപ്പോൾ ആകെ 10 പേര് ഓഡീഷന് വരുള്ളൂ. അതിൽ മലബാർ ഏരിയയിൽ നിന്ന് ആകെ 3 പേരെ ഉണ്ടാവുള്ളൂ. അതിൽ 2 പേരും കാലിക്കറ്റിലുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ എനിക്ക് എപ്പോഴും ഒരു പ്രിവിലേജ് ഉണ്ട്, അത്രയും ദൂരത്തുനിന്ന് പക്ഷെ ഇതിങ്ങനെ പോയി 19-ാം വയസ്സിലാണ് ഞാൻ തിങ്കളാഴ്ച നിശ്ചയം നാട്ടിലൊരു പടം വരുന്നുണ്ട്. അതിനു മുമ്പും ഞാൻ പടം ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ചിട്ടുണ്ട്. അല്ല എന്നെ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാ, അതുകൊണ്ട് പുറത്ത് ആരോടും പറയില്ല ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഏതാ പടം? അതെ ഞാൻ പറയുന്നത്. അതൊക്കെ ഇനി വരുന്ന എപ്പോഴാണെന്നറിയാം, ഒരു ഭാരത അവാർഡ് കിട്ടി അല്ലെങ്കിൽ ഇന്ത്യയിലെ മികച്ച നടിയൊക്കെ ആവും പറയുന്നത് ഈ സിനിമയെ കൂടെയൊക്കെയാണ് വന്നത്. ഇപ്പൊ പറയണ്ട, കാണാത്ത സിനിമയുണ്ട്, ജസ്റ്റ് മുഖം കാണിച്ച സിനിമ എനിക്ക് പറയുന്നതുകൊണ്ട് കുഴപ്പം. അല്ല അത് വേണ്ട, അതിരിക്കട്ടെ. അതിന്റെ ഒരു പടം ഇവിടുന്നെങ്കിലും ഒക്കെ എടുത്തിട്ട് അതിന്റെ ഫോട്ടോ ഇട്ടാ മതി, ഇവിടുന്നാണ് ഞാൻ തുടങ്ങിയതെന്നൊക്കെ പറയാലോ. അതൊരു ഇൻസ്പയറിംഗ് സ്റ്റോറി, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ നാട്ടിലൊരു സിനിമ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അതിൽ ജസ്റ്റ് ഒരു ചെറിയ ക്യാരക്ടറെങ്കിലും ചെയ്യണം. കാരണം വർഷങ്ങളോളം ഓഡീഷൻ ചെയ്തിട്ട് എപ്പോഴും റിജക്ഷനാ. അപ്പൊ എനിക്ക് റിജക്ഷൻ ഒരു വിഷയമല്ല. ഞാൻ എന്നെ റിജക്ട് ചെയ്യാൻ പോവല്ലേ എന്നും പറഞ്ഞാൽ ഞാൻ അവിടെ നിന്നേ. പക്ഷെ സെയിം ടൈം എനിക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ നാണക്കേടാ. ഞാനാണെങ്കിൽ ഡ്രാമ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഓൾറെഡി സിനിമയിൽ അഭിനയിച്ച് മുഖം കാണുന്നില്ല എന്നുള്ളൊരു ചീത്തപ്പേരും ഉണ്ട്. എന്തായാലും എനിക്ക് ഈ സിനിമ വേണമെന്ന് വെച്ച് ഓഡീഷന് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു വിവരവും ഇല്ല അവരുടെ. അപ്പം ഞാൻ ഓക്കെ ചെയ്തിട്ടുണ്ടാവും, വേറൊന്നും സംഭവിക്കാനില്ല. ആക്ച്വലി ഷൂട്ടിൻ്റെ തലേ ദിവസമാണ് ഞാൻ തന്നെ ഉറപ്പിച്ചത്, ഓക്കെ ഞാൻ ഈ പടത്തിലുണ്ട്. അപ്പോഴും ഇതിൽ ഏത് ക്യാരക്ടറാണ് ഹീറോയിൻ ആണെന്ന് വിശ്വസിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായി. പക്ഷെ ആ സമയത്താണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഷൂട്ട് ചെയ്ത സിനിമയാണ്. ആക്ടേഴ്സൊക്കെ ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരാണ്. ഞാനുണ്ട്, എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അച്ഛൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ സംസാരിക്കുന്ന ഭാഷയും ഇതൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഇതൊരു സിനിമ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കുറെ ആൾക്കാർ വരുന്നു, അവരെന്തൊക്കെയോ കാണിക്കുന്നു, ഞങ്ങളോട് അഭിനയിക്കാൻ പറയുന്നു. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ കോൺവെർസേഷനിലായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് സിനിമയുടെ വിജയം കണ്ടിട്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയത്. അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. ഒരുപാട് നല്ല ഡയറക്ടേഴ്സിൻ്റെയും ആക്ടേഴ്സിൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറേ പേരെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. സോ ഈ ഒരു ജേർണി ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. അപ്പൊ അനഘയ്ക്ക് അവാർഡൊക്കെ കിട്ടിയ ഒരാളാണ്. ഇപ്പൊ നിങ്ങൾ മറഡോണ മുതൽ ഇവിടം വരെ എത്തി. അപ്പൊ ഈ ദുരൂഹ സാഹചര്യത്തിൽ ലേറ്റസ്റ്റ് അല്ലേ? അപ്പൊ ഇത് എത്തി ദിലീഷ് പോത്തൻ അവരോടൊക്കെ അതല്ലേ അപ്പൊ ആ സിനിമയിലൊക്കെ എത്തി. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കോൺഫിഡൻസ് എത്തി, ഇനി എന്തും ചെയ്യാം. ഇപ്പൊ നിലവിൽ ദിലീഷേട്ടൻ്റെ കൂടെ എപ്പോഴും ചെയ്തോണ്ടിരിക്കുക കോട്ടയം ബെൽറ്റ് എന്ന് പറഞ്ഞ കോട്ടയം ബെൽറ്റ്. ആസിഫ് അലിയുടെ. സോ ഈ ഇത്രയും ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ രണ്ടുപേരും അവര് കുറച്ചുകൂടെ സീരിയസ് ഡ്രാമയൊക്കെ ചെയ്ത്. അപ്പൊ ഇത് രണ്ടും ഞാൻ എന്റെ ചോദ്യം എന്ന് പറയുന്നത്
ഇനിയുള്ള ഒരു 4-5 വർഷം നിങ്ങളുടെ കരിയർ അങ്ങോട്ട് ബിൽഡ് ആവാൻ പോവാണ്. സോ എന്താണ് ഗോൾ? ഏത് തരം വേഷങ്ങളൊക്കെ ചെയ്യണം? ഇത് ആലോചിച്ചിട്ട് പറയണം, ഇതുവരെ ആലോചിച്ചിട്ടുണ്ടായിരിക്കും, പറയണം എന്തെങ്കിലും. അല്ല, തീർച്ചയായിട്ടും ഞാൻ ഇവിടം വരെ എത്തിയത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ മാനിഫെസ്റ്റേഷൻ ആണ് കൊണ്ടെത്തിച്ചത്. പിന്നെ ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് മറഡോണ പോലത്തെ നല്ല സംവിധായകരുടെ, നല്ല എഴുതാറുടെ കൂടെ തന്നെ, അതെ, നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ പിന്നെ നല്ല സ്കൂളിംഗ് ആണ്, ലേണിംഗ് ആണ്. അവരുടെ എല്ലാവരുടെയും ഉള്ള സപ്പോർട്ട് കൊണ്ടും പിന്നെ എൻ്റെ സ്വപ്നം കൊണ്ടും എനിക്ക് ഇനിയും മുന്നോട്ട് എല്ലാ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ആക്ഷൻ ആയിക്കോട്ടെ, കുറച്ചും കൂടി ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ്, ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം കിട്ടണം. അങ്ങനെ ഓരോ പെർഫോമൻസിലൂടെ നമ്മൾ തെളിഞ്ഞ് വരത്തുള്ളൂ. ഇന്റേണലി ഔട്ട്സൈഡ് നമ്മൾ കുറെ കൂടി തെളിഞ്ഞു വരണമെങ്കിൽ എല്ലാം കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ. അതെ, ഇതിന്റെ ഇടയിൽ ഒരു ഇതിന്റെ ഇടയിൽ ഒരു പ്രോസസ്സ് പറയണത്, കഷ്ണങ്ങൾ ഏകദേശം വെന്തു. നമ്മുടെ തേങ്ങ, ജീരകം, ഒരല്പം വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടെ ചേർത്ത് അരപ്പ് നടുക്കിട്ടിട്ട് ഇതിനെ ദം അടിപ്പിക്കാൻ പോവാണ്. ഓക്കെ, ബിരിയാണിയൊക്കെ അടുപ്പിക്കുന്ന പോലെ ഇതിങ്ങനെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതെ, ഇതിങ്ങനെ വെന്നു. നേരത്തെ ഞാനത് നോട്ടീസ് ചെയ്തു. അപ്പൊ ഈ അരപ്പിട്ടിട്ട് ഇതിനെ കഷ്ണങ്ങൾ വെച്ചിട്ട് വീണ്ടും ഒരു സ്റ്റീമിലോട്ട് ഇതിനെ അരപ്പിനെ അങ്ങോട്ട് വീണ്ടും അതിനിടയ്ക്ക് ഈ വാഴയിലയുടെ അവിടേക്ക് ആവി വരുമ്പോ എല്ലാം കൂടി വന്ന് ഇറ്റ്സ് സോ ടെംപ്റ്റിംഗ്. ഇതിപ്പോ ശരിക്കും ഏതോ നോൺ വെജ് ഡിഷ് പോലെ തന്നെ. അതെ അതെ അതെ. ഇതാകുമ്പോൾ വെള്ളം വറ്റി, അപ്പൊ നമുക്ക് ഒരു വരണ്ട അവിയലാണ് വേണ്ടത്. അപ്പൊ ഒരു ഇത്തിരി ഇളനീര് ഇങ്ങനെ ആവശ്യാനുസരണം സൈഡിലങ്ങ് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ അത് ആ സ്റ്റീമിലിരുന്ന് വെന്തോളും. ചില സ്ഥലങ്ങളിലൊക്കെ മാത്രമേ ഉള്ളതാണ് ഇത്. ചിലപ്പോൾ ആളുകളെ കണ്ടെങ്കിൽ ഇങ്ങനെ കാര്യം ചെയ്യുമോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കോമൺ ആയിട്ട് ഞാനിപ്പോൾ കേരളത്തിൽ ഉടനീളം പല സ്ഥലങ്ങളിൽ, ഈവൻ ജില്ലയിലും ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ പലതരം ഡിഷുകൾ പല വ്യത്യസ്തമായിട്ട് ഒരു ജില്ലയിൽ തന്നെ വിവിധ ഇനത്തിൽ തന്നെ മീൻകറിയുടെ കടുക് വറുക്കുന്നതൊക്കെ മാറും. അപ്പം അങ്ങനെ കോമൺ ആയിട്ടൊന്നുമില്ല. നമ്മുടെ തെക്കൻ കേരളത്തിലെ ഒരു ഭക്ഷണം വേറെയാണ്. അത് തന്നെ ഇപ്പോൾ കോട്ടയത്ത് ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ സിറിയൻ കാത്തലിക്കിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് സെൻട്രൽ കേരള ഇപ്പോൾ ഇവിടെ കൊച്ചിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് പോർച്ചുഗീസുകാർ വന്നിട്ടുണ്ട്, അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് ഇനി അങ്ങോട്ട് അരൂരിന്ന് ഈ ഒരു ഭാഗത്ത് വേറെ രീതിയാണ്. ഇനി മലയാറ്റൂര്, അതുപോലെ ആ അങ്കമാലി, അവിടെ ആ ഒരു സൈഡ്, കാലടിയൊക്കെ സൈഡിൽ വേറെ തരം ചെയ്യാണ്. പിന്നെ ഇച്ചിരി അങ്ങോട്ട് തൊടുപുഴയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഹൈ റേഞ്ച് സ്റ്റൈലോട്ട് മാറും. മലബാറിൽ പോയി കഴിഞ്ഞാൽ കോഴിക്കോടിന് ഒരു സ്റ്റൈല്, തലശ്ശേരിക്കും വടകരയ്ക്കും വേറെ സ്റ്റൈല്, കാസർഗോഡിന് വേറെ സ്റ്റൈൽ. അപ്പം അങ്ങനെയൊക്കെ വ്യത്യാസമാണ്. അപ്പം ഇതേപോലെ അവിയലിനകത്ത് ഇവർ ഈ ചെമന്നുള്ളി ചെറുതായിട്ട് ചതച്ചിട്ട് ഈ ഏകദേശം കുക്കാറാവുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും ഒരല്പം നെയ്യോ, അല്ലെങ്കിൽ ഇതിനകത്ത് നെയ്യ് അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ആണ്. നമ്മൾ ഓൾറെഡി പച്ച വെളിച്ചെണ്ണ ചേർത്ത കാരണം ഒരല്പം മിൽക്കി മിസ്റ്റിന്റെ നെയ്യൂടെ ചേർക്കുകയാണ്. ഇത് സാധാരണ കൈ വെച്ചൊന്ന് കശക്കിയിട്ട് ഇടുവാണേ. നല്ലപോലെ ഇത് ഓൾറെഡി ഇത് അരിഞ്ഞിട്ടില്ല, ഈ ചതച്ചാണ് വെച്ചത്. എന്നിട്ട് ഈ കറിവേപ്പിലയും കൂടെ ഒന്ന് കൈ വെച്ച് ഞെരടുമ്പോൾ ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇതൊന്ന് സ്റ്റീം ചെയ്തിട്ട് ഒരുപാട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി കഷ്ണങ്ങൾ നമ്മുടെ വെജിറ്റബിളൊക്കെ ഇങ്ങനെ സ്റ്റീം ആയി കഴിഞ്ഞു. അപ്പോൾ അത് ഇതിൻ്റെ മേളിലേക്ക് കുറച്ച്. ഏത് സ്ഥലത്തെ ഇത് കൊച്ചിയിലൊക്കെ പല ചില വീടുകളൊക്കെ, കൊച്ചിയിലെന്ന് പറഞ്ഞാൽ കൊച്ചിയിലാണ്, എറണാകുളം ജില്ലയിലൊക്കെ ഞാൻ കണ്ടതാണ്. അപ്പൊ ചില വീട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള അവിയൽ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഓരോ നാട്ടിലിന്റെ രുചികളാണിത്. അപ്പം അപ്പൊ ഈ നെയ്ക്കകത്ത് ഈ കറിവേപ്പിലയുടെ ഓൾറെഡി പച്ച വെളിച്ചെണ്ണ മറിനേറ്റ് ചെയ്തതാണ്. ഒരല്പം നെയ്യും ഈ ചുമന്നുള്ളിയും കൂടെ ഒരു മണം. അപ്പൊ അതിനുശേഷം നമ്മുടെ അടുത്ത സാധനം മിൽക്കി മിസ്റ്റിന്റെ, ഇതിപ്പോ നേരത്തെ പറഞ്ഞു നമ്മുടെ അവിയലിന്റെ പുളിപ്പിന് വേണ്ടിയിട്ടാണ്. അത് ചിലയിടത്ത് തൈരാണ് ചേർക്കുക, ചിലയിടത്ത് പച്ചമാങ്ങ, തക്കാളി, വളംപുളി, അങ്ങനെയൊക്കെ നെല്ലിക്ക ഇടുന്ന അവിയൽ വരുന്നുണ്ട്. അപ്പൊ കുറച്ച് തൈരെടുക്കുന്നു ആവശ്യാനുസരണം. യെസ്, നല്ലപോലെ മിക്സ് ചെയ്യുന്നു. ഒരു പ്രത്യേകത, ഈ അവിയൽ കൂട്ടുകാരുടെ ഒരു പ്രത്യേകത വെച്ചാൽ അവിയലിന്റെ കഷ്ണങ്ങൾ വേവിയും വേണം എന്നാൽ കാണിയും വേണം എന്നാണ് പറയാം. അതായത് ചിലരുടെ അവിയൽ നോക്കുമ്പോൾ അത് കൂട്ടുകറി പോലെ എല്ലാം മാറി. ഇതിനകത്ത് ഒരു പച്ചമുളക് ഉണ്ടെങ്കിലും കാണണം, മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിലും കാണണം, ക്യാരറ്റ് ഉണ്ടെങ്കിലും കാണണം. അപ്പോൾ ഇത് ഓൾറെഡി സ്റ്റീമിൽ കുക്കായിട്ടുണ്ട്, കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ഇളക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കഷ്ണങ്ങളുടെ ഇതാണ്ട് പച്ചമുളക് വരെ കാണാൻ പറ്റണം. അപ്പോൾ ഇതിപ്പോൾ എല്ലാം ഒരു പൊരിയൽ പോലെ ഇതിനൊന്ന് പെരട്ടി കണ്ടാ ഈ രീതിയിൽ മെല്ലെ ഇളക്കി ഒന്ന് കഷ്ണങ്ങളെ കൊണ്ട് വന്നു. ഇപ്പൊ ആ ജീരകത്തിന്റെ മണമൊക്കെ ആവിയിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടല്ലോ അല്ലേ. ഇത് അവസാനം ഭയങ്കര രസമായിട്ട് വരും. അവിയലിന്റെ മറ്റേ മുരിങ്ങാക്കോല് എപ്പോഴും ഇങ്ങനെ കുഴഞ്ഞല്ലേ. അതെ അതെ, എല്ലാ വെജിറ്റബിളും ഇപ്പൊ ഒന്നും ഉടഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഒരു അച്ചിങ്ങ പോലും കാണാം, പച്ചമുളക് കാണാം, ചേന കാണാം, ഇതെല്ലാം പച്ചക്കറി, ക്യാരറ്റ് ഒക്കെ അതിന്റെ വിസിബിളാണ്. ഇനിയിപ്പോ നമ്മളിത് ഓഫ് ചെയ്യാണ്. കഷ്ണങ്ങൾ ഓൾറെഡി വെന്തു. അപ്പൊ ഇതിനകത്ത് ഇനി തൈര് ചേർക്കുന്നു. ആവശ്യമുള്ള തൈര് ചേർത്തു. ഇനി ഇതിന്റെ നമ്മുടെ ഒരു മാജിക് എന്ന് എല്ലാവരും ചേർക്കുന്ന പച്ച വെളിച്ചെണ്ണ, അത് ഇച്ചിരി കൂടുതലൊക്കെ ചേർക്കാം. അവിയലിനകത്ത് വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവറാണ് കൂടുതലും. യെസ്, ഇത് തൈരിനകത്തിട്ടു.
ഇത് കാലറി കുറച്ച് പ്രശ്നമാവൂലേ? നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനേ തരുള്ളൂ, ഒരു ഫുൾ പോർഷൻ തരില്ല. അയ്യോടാ. യെസ്, ഇത് തന്നെ ഒന്ന് മെല്ലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അവിയൽ റെഡി. ഈ ഒരു പെരണ്ട പരുവത്തിൽ ഇങ്ങനെ ഇലയിൽ യെസ് എൻ്റെ നിറം മാറി വരുന്നുണ്ടാ. ശരിക്കും ചതച്ചുള്ളിയും കറിവേപ്പിലയുടെയും അത് നല്ല ആ ഒരു വാസന ഇത് മൾട്ടിപ്പിൾ ഫ്ലേവേഴ്സ് ആണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അവിയൽ പോലല്ല ഇത്, തീർച്ചയായിട്ടും ഒരു വ്യത്യാസമാണ്. ഇളനീരിലാണ് അതാണ് അവിയല. ഞാൻ ഇത്ര റൊമാൻറ്റിക് ലുക്ക് നമ്മുടെ ഒരു ഏറ്റവും കേരളത്തിന്റെ അഭിമാനപരമായ ഒരു ഡിഷാണ് പച്ചക്കറി. അപ്പൊ ഇതിന്റെ ഒരു കേരള ക്ലാസിക്സ് ആയിട്ട് കാണുന്ന ഉള്ളിത്തീയൽ ആൻഡ് അവിയലാണ്. ഓക്കെ, ഉള്ളിത്തീയലും അവിയലുമാണ്. അവിയൽ ശരിക്കും ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ ഇത് ശരിക്കും കേരളത്തിന്റെ ആണ്. മറ്റേ സാമ്പാർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ അല്ല, അത് തമിഴ്നാട്, മഹാരാഷ്ട്ര, ശ്രീലങ്ക പലരും അതിന്റെ ക്രെഡിറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള സാമ്പാറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കേരള സാമ്പാർ എന്ന് പറഞ്ഞാൽ അതിന്റെ മസാല വടക്കൻ ഇവരുടെയൊക്കെ നാട്ടിൽ തേങ്ങ വറുത്തരച്ച സാമ്പാറാണ്. നമ്മുടെ അടുത്ത് തേങ്ങ ഇല്ലാതെ, നമുക്ക് സാമ്പാറിന് മാത്രമേ ഉള്ളൂ തേങ്ങ ഇല്ലാത്ത, ബാക്കി എല്ലാത്തിലും തേങ്ങയുണ്ട്. സോ അവിയൽ അങ്ങനെ തട്ടിക്കൂട്ടി വെച്ച് ഗൈസ്. ഇനി ഇതൊരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ ഫ്ലേവർ ഒക്കെ റെഡിയാവും. അപ്പോഴത്തേക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. 5 മിനിറ്റ്സിൽ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഷെഫ് പിള്ളേരുടെ അടുത്തുനിന്ന് കുറെ കഴിക്കാൻ പ്രതീക്ഷിച്ചു. ഇതിനകത്ത് നിങ്ങളെ കാണാണ്ട് ഒരു സർപ്രൈസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ രഹസ്യമായിട്ട് ഇതിന്റെ ഗാർണിഷ് അന്നേരം പറഞ്ഞില്ലേ, കരിക്കാണ് ഇതിന്റെ ഗാർണിഷ് എന്ന്. അത് ഈ കരിക്കൂടെ ഇതിന്റെ ആവിയിൽ ഇങ്ങനെ സ്റ്റീം ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് കഴിക്കാൻ നേരത്തെ കിട്ടും. ഓക്കെ, ഹലോ, ഹായ് ക്യൂട്ടീസ്. ഹായ് ശരണ്യ. ഹലോ, ഹായ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹലോ അനന്തി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഷെഫേ, ഇതെന്താണിത്? ഇത് വെറും വനജയല്ല, ആൾക്കൂട്ടം വനജ. മനസ്സിലായില്ല? ഇവര് സിനിമയിലൊക്കെ അഭിനയിച്ച് റിലീസായി കഴിഞ്ഞിട്ടല്ലേ ഇവരുടെ അടുത്തേക്ക് ആൾക്കാർ വന്നത്. പക്ഷെ എനിക്കങ്ങനല്ല, ഞാൻ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നാണ് സിനിമയിലേക്ക് പോയത്. മനസ്സിലായില്ല? ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയി. പിന്നെ ഞാനൊരു ഷെഫിനോട് പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ആയിട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു. എത്രയോ സിനിമകളിൽ ഞാൻ ഭാഗമായിട്ടുണ്ടെന്ന് അറിയാമോ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ 25ാമത്തെ സിനിമയിലാണെന്ന് തോന്നുന്നു ഞാൻ ഞങ്ങളുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ലഡു കൊടുത്തത്. കാരണം അപ്പോഴാണ് എനിക്കൊരു ഫ്രെയിം നന്നായിട്ട് കിട്ടിയത്. ആക്ച്വലി ഞാൻ ലീഡിംഗ് റോളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്റെ നിർഭാഗ്യം എന്ന് പറയട്ടെ, എന്റെ പൊന്നു ഷെഫേ, അത് റിലീസായി ആൾക്കാർ കാണാൻ വന്നില്ല. ആ പടം വീട്ടിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്, തിരിച്ചു പോകുന്നു, പിന്നെ ആൾക്കാർ വരുന്നുണ്ട്, തിരിച്ചു പോകുന്നു. അപ്പൊ ഞാനും ഡയറക്ടറും, സ്ക്രിപ്റ്റ് എന്റെ ആയിരുന്നല്ലോ, ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. പിന്നാണ് സിനിമയുടെ പേരാണ് അതിനൊരു കാരണം എന്ന് മനസ്സിലായത്. ഇന്ന് പോയിട്ട് നാളെ വാന്നാണ് സിനിമയുടെ പേര്. അത് ചെറിയൊരിത്, നല്ല പേരാട്ടോ. അതെല്ലേ, പേര് നല്ലതാണ്. പക്ഷെ എനിക്കൊരു എന്റെ ഒരു ഭാഗ്യം കിട്ടി. ഇതുവരെ ചെയ്ത ജൂനിയർ കഥാപാത്രം എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയാണ്? നമുക്ക് നോട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും എവിടെ ആൾക്കൂട്ടമുണ്ടോ സിനിമയിൽ? എവിടെ ആൾക്കൂട്ടമുണ്ടോ? അതിനകത്ത് ഒരാൾക്കൂട്ടമാണ്. ഇപ്പം സിനിമയിൽ ഒരു ഹർത്താല്, അവിടെ വനജയുണ്ട്. ഒരു കല്യാണം, അവിടെ വനജയുണ്ട്. ആൾക്കൂട്ടം വനജ എന്നാണ് സത്യത്തിൽ അറിയപ്പെടുന്നത്. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു ലീഡിംഗ് റോളൊക്കെ ചെയ്യണമെന്ന്. തീർച്ചയായിട്ടും അതിനാണോ വന്നിരിക്കുന്നത്? അതെ. എന്നത്തെ പോലെ ഒരു റിക്വസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം വെള്ളിയാഴ്ച നിശ്ചയത്തിന്റെ സെക്കൻഡ് പാർട്ട് വല്ലതും വരുന്നുണ്ടോ? തിങ്കളാഴ്ച. അത് തിങ്കളാഴ്ച. ഞാനാകുമ്പോ വെള്ളിയാഴ്ച ആക്കാം. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അങ്ങനെ എന്തെങ്കിലും. അല്ല, ഇവരുടെ കണക്കൊക്കെ അഭിനയിക്കാനുള്ള ഇതൊക്കെ പറ്റുമോ? അത് ഒരു ചാൻസ് കിട്ടിയാലല്ലേ നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ കോൺഫിഡൻസ് ഇല്ലാതെ ഞാൻ ഇവിടെ ഒന്ന് നിൽക്കുവോ? ഷെഫിന് എന്തോ ഒരു ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഇതുവരെ ചെയ്ത കാര്യം എല്ലാം 8 നിലയിൽ പൊട്ടി. കഴിഞ്ഞ കാര്യങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞു ആദ്യം? അല്ല, ഞാൻ ഇവരൊക്കെ അഭിനേതാക്കളാവുമ്പോൾ നിങ്ങളുടെ ടാലന്റ്. അതൊരു കാര്യം ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് 3 പേർക്കും ഷെഫ് ഒരു സിറ്റുവേഷൻ തരുമോ? കലാകാരന്മാരെ വളരാൻ അനുവദിക്കണം അല്ലേ? നിങ്ങൾക്ക് അത്രയും ഇവരൊക്കെ തെളിയിച്ചു വന്നവരാണ്. ഇവരോടൊപ്പം നിങ്ങൾ ഇപ്പൊ ഈ ഒരു കോൺഫിഡൻസ് നിങ്ങൾ അഭിനയിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞാനെങ്കിൽ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ അത് അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ? തീർച്ചയായും. വനജയുടെ അത്രയും കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഉണ്ടോന്ന് അറിയില്ല. അതായത് 25 സിനിമയിൽ ആൾക്കൂട്ടമായിട്ട് തെളിയിച്ചതാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അതിന്റെ അഹങ്കാരമൊന്നും ഇല്ല. സോറി. പോലെ ഡൗൺ ടു എർത്ത് ആണ്. ശരി, അപ്പൊ ഞാൻ എങ്കിൽ പെട്ടെന്നൊരു സിറ്റുവേഷൻ, നിങ്ങൾക്കൊരു നിധി കിട്ടുവാണെന്ന് സങ്കല്പിക്കാം. ആ നിധി കിട്ടിയാലുള്ള മുഖത്തെ എക്സ്പ്രഷൻ, പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോൾ കുറെ പണങ്ങളും സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും വജ്രങ്ങളും അടക്കുന്ന ഒരു നിധി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു. അത് കണ്ടിട്ട് പെട്ടെന്ന് കണ്ടാൽ അത് എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് എന്താണ് എക്സ്പ്രഷൻ? അപ്പൊ വേറെ ആരുമില്ല, ഒരു നിധി കിട്ടുവാണെങ്കിൽ നമ്മള് നായകന്മാർ എങ്ങനെയത് വിത്ത് ഡയലോഗ് നമ്മൾ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? നമ്മൾ 3 പേരും സെയിം. എന്റെ ലെവൽ പിടിക്കാൻ നോക്കല്ലേ, നിങ്ങൾ നിങ്ങളുടെ ലെവൽ വെച്ച് ചെയ്താൽ മതി, ഞാൻ എന്റെ ലെവൽ പിടിച്ചോളാം.
ഇത് കണ്ടിട്ട് വേണം ഞാൻ റെക്കമെൻഡ് നമ്മുടെ ചെയ്യണം. ഈ ഫിറ തന്നെ ആയിക്കോട്ടെ നമ്മുടെ ഓക്കെ നിധി. ഇതിനകത്ത് രത്നങ്ങളും വജ്രങ്ങളും മാലയും എല്ലാം ഉണ്ട്. ഫിറാർ ഫുഡ്സിന്റെ കടൽ എടുത്തിട്ടാണ് അത് പരിപാടി. തൽക്കാലം നമ്മുടെ നിധി. ഓക്കെ, ഇത് നിധിയായിട്ട് സങ്കല്പിച്ചോളൂ. ഓക്കെ, നിധി കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? നിധി നമ്മൾ കാണുമ്പോൾ അതിന്റെ ആ ഒരു നമ്മള് കലക്കൂടെ ശരി. എത്ര ടൈം വേണേലും എടുക്കാം കേട്ടോ, സ്കോർ ചെയ്യണം, അത്രേ ഉള്ളൂ. നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടായിരുന്നു വന്നത്. പക്ഷേ നമ്മള് പണിയെടുത്ത് ടാസ്ക് ആണ്, മാനേജറുടെ ടാസ്ക് ആണ്, ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ഇത്ര അടുത്ത് കണ്ടിട്ട് കണ്ണു കാണുന്നില്ല. അല്ല ഇത് ഇത് ഫിറയുടെ നിധിയാണോ ഇത്? അതെ. ഹായ്. നിധിയല്ല, ഈശ്വരാ, എനിക്ക് നിധി കിട്ടി. ഹായ്. ഇത്ര പറ്റുള്ളൂ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അനഘ കാണുന്നു. ഇത് നമ്മളങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല കേട്ടോ. ഇത് നിങ്ങൾ സീനിയർ അല്ലേ, നിങ്ങൾക്ക് അറിയാലോ. അത് നല്ലൊരു ഐഡിയ ആണത്. അതെ അതെ, ഫ്രഷ് ഒട്ടിച്ചു. കാണണ്ട. ഓ എന്താ എന്താ അത്? അല്ല ഞാനിത് മറ്റേ ഇവിടെ വന്നപ്പോ കടല Yes. കഴിഞ്ഞോ? നിധിയുടെ അത്ഭുതം ഇവിടെ, നിധിയുടെ അത്ഭുതം ഇവിടെ. ഉർവശി അവാർഡ് വാങ്ങിക്കാനായിട്ട് ഒരാൾ അതെ അതെ അതെ. ഒന്നുമില്ല, ഇതൊന്നുമില്ല. നിധിയാണെന്ന് നമുക്ക് 100% അറിയാം. ഓക്കെ. അപ്പൊ അങ്ങനെയാണോ? ഞങ്ങൾ ചെയ്ത ശരിയായില്ല. അത് ഞാൻ ഇപ്പൊ കണ്ടോ ഞാൻ ചെയ്യുന്നത്, അത് ഇത് ശരിയാണോ ഇല്ലെന്ന് നിങ്ങൾ തന്നെ പറയും. ഞങ്ങൾക്കൊരു വൺമോറും തരില്ല. നിന്റെ മൺമോറും ഇല്ല, Okay, മോറും ഇല്ല, okay. പുളിച്ചമോരും ഇല്ല, ഒന്നുമില്ല. കഥാപാത്രം ആയിക്കോട്ടെ ഞാൻ. പ്ലീസ്. അവർക്ക് എന്തെങ്കിലും പറ്റി? ആക്ച്വലി നിധി കിട്ടിയാൽ ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്? എന്തിനിങ്ങനെ ഓവർ എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ഡയലോഗ് പറയുന്നത്? നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? കഷ്ടപ്പെട്ട് ജീവിക്കാനാണോ? ഒറ്റയടിക്ക് എങ്ങനെ പണക്കാരിയാകാം? അങ്ങനെയല്ലേ വേണ്ടുന്നത്? എന്റെ മുമ്പിൽ ഇങ്ങനത്തെ നിധിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതൊന്നുമില്ല, ഇസ്ക ഓടുക. ഇതാണ് എന്റെ ഒരു 25 സിനിമയില് മുഖം കാണിച്ചിട്ടും ഇതേപോലെ ഉടായ്പോട്ട് നിൽക്കുന്നതും അവര് നായികമാരായിട്ട് നടക്കുന്നു. മനസ്സിലായോ? എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. എന്റെ കൺമുമ്പിൽ നിധി വന്നു കഴിഞ്ഞാല് അടിച്ചു പറ്റിക്കൊണ്ട് വിടും, അത്രേ ഉള്ളൂ. അല്ല നല്ല 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 നന്നായിരുന്നു. താങ്ക്സ്. അപ്പൊ നിങ്ങളുടെ കെയർ ഓഫിൽ എങ്ങനെയെങ്കിലും ഒരു ചാൻസ് ഉണ്ടാവോ? അയ്യോ, അയ്യോ, കട്ടക്ക് നിൽക്കുമ്പോൾ ഞങ്ങൾക്കില്ല. പിന്നെയാണ് കട്ടപ്പുറത്തുള്ള നിധിക്ക്. ഇത്രയും വലിയ പെർഫോമൻസ് ഒക്കെ ആയിട്ട് ഇവർ റെക്കമെൻഡ് കൂടെ ചെയ്ത് വെച്ചാലും മതി. അതെ അതെ, അഭിപ്രായമില്ല. അപ്പൊ നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ. പിങ്ക്. താങ്ക് യു. 2026 ജെൻസികളാണ് ഇവരൊക്കെ. സോ സ്വീറ്റ്. ഗെയിം തന്നെ, ജെൻസി ഗെയിമാ. ജെൻസി ഗെയിം ഞങ്ങളുടെ ട്രെൻഡിനനുസരിച്ച് അതെ, ഞങ്ങളുടെ ട്രെൻഡിനനുസരിച്ച് എന്നാ നമ്മുടെ അങ്ങനെ പറ. പേരിടണമെങ്കിൽ എല്ലാത്തിനും നമ്മളെ അടിയുണ്ടോ. അതായത് സ്വീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലായി കാണുമല്ലോ. ലോലിപോപ്പ്. അതെ, സോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അത് സ്മെല് ചെയ്യണം. ഞാൻ സ്പീഡിൽ പറയവേ. ഇനി ഇത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പഴയ കാലത്തിന്റെ ഓർമ്മകളായിട്ട് കണ്ണാടി, തൊപ്പി ഇതൊക്കെ ഉണ്ട്. തെറ്റുന്നവര് ഇതിലെ ഓരോന്നോരോന്നെടുത്ത് വെച്ച് അണിയേണ്ടതാണേ. അപ്പൊ ഇതെന്താ പച്ചക്കറിയുടെ അത് കഴിക്കാനാണോ? ഓരോ തെറ്റിനും ഓരോന്ന് കേറുന്നതായിരിക്കും. ഇത് നമ്മുടെ വെജിറ്റബിളിന്റെ മാല. എന്താ ഭംഗി, ഈശ്വരാ. സ്വർണം തൂക്കും. ഓക്കെ, അപ്പൊ പോയാലോ? ഓക്കെ. സോപ്പ്, സ്വീറ്റ്, 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 സോപ്പ്, സ്വീറ്റ്, സ്വീറ്റ്, സോപ്പ്, 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 സ്വീറ്റ്, സ്വീറ്റ്, സോപ്പ്, സ്വീറ്റ്, സോപ്പ്, സ്വീറ്റ്, സോപ്പ്, സ്വീറ്റ്, സ്വീറ്റ്, സോപ്പ്, സ്വീറ്റ്, സോപ്പ്, സ്വീറ്റ്, തലയിലുണ്ട് സ്വന്തമായിട്ട്. ഇത് നിൽക്കുന്നത് കേട്ടോ. ഒന്നും കൂടി ഇച്ചിരി സ്പീഡിലെ. ഞാൻ മിക്കവാറും പാവയ്ക്കാണ് ജ്യൂസ് അടിച്ച് തരേണ്ടി വരും മനഞ്ഞക്ക്. സ്വീറ്റ്, സോപ്പ്, സ്വീറ്റ്, സോപ്പ്, സോപ്പ്, സ്വീറ്റ്, സോപ്പ്, സ്വീറ്റ്, സോപ്പ്, സ്വീറ്റ്, സോപ്പ്, സോപ്പ്, സ്വീറ്റ്, സ്വീറ്റ്, സോപ്പ്, സോപ്പ്, സ്വീറ്റ്, സോപ്പ്, സോപ്പ്.
കണ്ടോ? ഈ ഒരു തെറ്റില്ല. സത്യസന്ധമായിട്ട് ഹൃദയത്തിൽ കൈ വെച്ചിട്ട് പറയാമോ തെറ്റി? 2 തൊപ്പി വെക്കേണ്ടി വരും. ഒരു കാര്യം ചെയ്തോ, ഈ തൊപ്പി എടുത്തിട്ട് വനജ വെക്കുക. അതായിരിക്കും നല്ലത്. ഞാൻ കളിക്കുമ്പോ ഇടയ്ക്ക് ആലോചിച്ചു എനിക്കൊന്ന് തൊപ്പ് വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ മനഃപൂർവ്വം തെറ്റിച്ചാണ്. തെറ്റിച്ചില്ല, ഞാൻ പറഞ്ഞ ഡയറക്ഷൻ ചെയ്തു. ഇച്ചിരി slow ആയെന്നേ ഉള്ളൂ. ആദ്യത്തെ 1 മിനിറ്റ് അവർ തോട്ടുകാരൻ ആദ്യത്തെ തൊപ്പിയായി. ഇനി ഈ മാല എല്ലാം ഞാൻ ഇട്ട് തരണ്ടെങ്കിൽ മര്യാദക്ക് ഒരു തവണ ജയിക്കും. അവര് നല്ല ഫോക്കസോടെ ഉള്ളതാണ്. പ്രായത്തെ ബഹുമാനിക്കാൻ പഠിക്കണം കേട്ടോ. പോയാലോ? അതെ, ഇത്തിരി ഒന്ന് ടൈം തരണം. സോപ്പ്, സ്വീറ്റ്, സോപ്പ്, സ്വീറ്റ്, 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 സോപ്പ്, സ്വീറ്റ്, സ്വീറ്റ്, സോപ്പ്. നിങ്ങൾ തന്നെ തോറ്റാ ഈ റൗണ്ട്. Actually. ഓക്കെ, അടുത്തത് ഞാൻ പിടിക്കും. ആ. സ്വീറ്റ്, സ്വീറ്റ്, സോപ്പ്, സ്വീറ്റ്, സോപ്പ്, സ്വീറ്റ്, സോപ്പ്, സ്വീറ്റ്, സോപ്പ്, സ്വീറ്റ്, സോപ്പ്, സോപ്പ്, സ്വീറ്റ്, സ്വീറ്റ്, സോപ്പ്. ഞാൻ തെറ്റി. ഏത് വേണം? ഇതിട്ടോട് എനിക്ക് ഇത് നിനക്ക് കമ്മലല്ലോ, നന്നായി ചേരും. ഏതാ വേണ്ടത്? തൊപ്പിയോ? തൊപ്പി മതി. ആ, നല്ല രസാ. നീ തൊപ്പിയിലായിരുന്നല്ലേ നേരെ. അയ്യാ. അടി ഇല്ലേ, നോക്കിക്കേ, നന്നായിട്ട് ചേരുന്നില്ലേ? ഇത് കഴിഞ്ഞില്ലേ? കണ്ടുപിടിക്കുക കേട്ടോ, കണ്ടുപിടി. എന്തായാലും നിങ്ങൾ വന്ന സ്ഥിതിക്ക് നല്ല എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്തു കേട്ടോ. പക്ഷെ ഇതൊക്കെ വെക്കണമായിരുന്നു, അതാണ് അതിന്റെ ഒരു രീതി. പക്ഷെ അവരുടെ ഫോക്കസ് കണ്ടില്ലേ എപ്പോഴും. നമ്മളിപ്പോ ഇതൊക്കെ പറഞ്ഞ എളുപ്പത്തിൽ നമ്മൾ തെറ്റിച്ചു പോകും. ഞാൻ തെറ്റിക്കും. അതെ, അതെനിക്കറിയാം. എന്താ ഇതുവരെ തെറ്റിക്കാൻ ശരിയായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ വനജ? വെറൈറ്റി ഒരു ഫുഡ് കൊടുത്താലോ, ഈ സ്വീറ്റ് അല്ലാതെ? ഇത് പൊളിഞ്ഞു, എന്തായാലും ഇനി അടുത്ത പൊളിക്കണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ നമുക്ക് വേറൊരു ഡെലീഷ്യസ് ആയിട്ടൊരു ഡിഷ്. പക്ഷെ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാം, എനിക്ക് ഷെഫിന്റെ സഹായം വേണം. എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഫിറ ഫുഡ്സിന്റെ പുട്ടുപൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കിയാലോ? അപ്പൊ പുട്ടിന്റെ കൂടെ എന്തെങ്കിലും കറി വേണ്ടേ? കടലക്കറി, അതങ്ങനെയാണല്ലോ. ഉണ്ടാക്കാൻ അറിയോ? അത് ഷെഫ് നിൽക്കുമല്ലേ. ഓക്കെ. ഈ ഓണത്തിനിടെ ചെറുതായിട്ടൊരു പുട്ട് കച്ചവടം. അതും ഫുഡിന്റെ പുട്ട് കച്ചവടം. കുറച്ച് കടല എടുത്തു തരാം. ആ. പുട്ടിന്റെ മാവും ഞാൻ സെറ്റ് ആക്കി തരാം. ബാക്കിയൊക്കെ ചെയ്തോണം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, സെറ്റ്. പറയട്ടെ ഞാൻ. ഓക്കെ. ഓ, ഹലോ കൂട്ടുകാരെ, ഇന്ന് ഓണക്കൂട്ട് ബൈ ഷെഫ് പിള്ളൈ വിത്ത് വനജ. എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ ഈ കടായി ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ചൂടായി വരുമ്പോഴത്തേക്ക് അപ്പൊ ഞങ്ങളില്ലേ? ഞങ്ങളോ? ഒന്നുകൂടെ പറഞ്ഞ എൻട്രോ ഒന്നുകൂടെ പറ. വെൽക്കം കൂട്ടുകാരെ, ഓണക്കൂട്ട് ബൈ ഷെഫ് പിള്ളൈ വിത്ത് വനജ, ശരണ്യ ആൻഡ് അനഘ. ഒരു ബ്യൂട്ടിഫുൾ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഞാൻ എന്റേതായിട്ടുള്ള സ്റ്റൈല്, അതല്ലെങ്കിൽ കോപ്പിഡി ആയി പോകത്തില്ല. അപ്പൊ നമ്മള് അടുപ്പില് തീ കത്തിച്ചു, കടായി വെച്ചിരിക്കുകയാണ്. ഇത് ചൂടായി വന്നിരിക്കുന്നു. വേവിച്ച കടല ഒഴിക്കുന്നു. വേവിച്ച കടലയല്ല. എങ്കിൽ അങ്ങനെ ആദ്യം തടുക്കി അടിച്ചിട്ട് ലാസ്റ്റ് ഒഴിക്കാം അല്ലേ? തടുക്കെന്ന് പറഞ്ഞ എന്തുവാ? കടുക് വറുക്കുന്നതിന് പറയുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു, നല്ല നാടൻ വെളിച്ചെണ്ണ. ആദ്യം കടുക്, ചെമന്നുള്ളി, കറിവേപ്പില, വത്തൽമുളക് ഇട്ട് താളിച്ചയിലോട്ട് വേവിച്ച കടല ഇടുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മസാലയൊക്കെ ഞാൻ അരച്ച് കടലക്ക് വറുത്തരച്ച് വെച്ചിട്ട് കണ്ടോ ഷെഫിന്റെ ഒരു മനസ്സ് കണ്ടോ. തടായി ഇതിന്റെ പേരെന്തായിരുന്നു? തടുക്ക അല്ലെങ്കിൽ താളിപ്പ് അല്ലെങ്കിൽ കടുക് വറുപ്പ്. കടുക് വറുപ്പെന്ന് നമ്മൾ പറയുന്നത്. കടുക് വറക്കുക. ഇതിലെ ഷെഫ് ഞാൻ കണ്ടിട്ടുള്ള എന്താന്ന് പറയാമോ, ഷെഫ് കടുക് എടുക്കും, ഒരു സൈഡിലിടും, എന്നിട്ട് വറ്റൽമുളക് എടുക്കും. ഇതൊക്കെ കണ്ടുപിടിച്ചല്ലേ? പിന്നല്ലാതെ ഇത് തന്നെ ഞാൻ ഇവിടെ ഉടായ്പ പരിപാടിയായിരുന്നു. ഇതെങ്കിലും രക്ഷപ്പെടും മിക്കാറും. ഇതിന് ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആണ്. അതായത് ഫസ്റ്റ് ടൈം നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. ഇതാകുമ്പം അതിന്റെ ആ ഒരു ഗ്രീൻ നിറം അതുപോലെ തന്നെ നിലനിൽക്കും. അപ്പൊ അതങ്ങനെ അങ്ങനെ സെന്ററിൽ കണ്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഞാനെല്ലാം എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇത് മൊത്തം നമുക്ക് ഒരുമിച്ച് കൂട്ടി യോജിപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ പറഞ്ഞ ഫിറയുടെ നിധിക്കടല എടുത്ത് ഞാൻ ബോയിൽ ചെയ്ത് ആക്ച്വലി ഇതൊരു പ്രോട്ടീൻ റിച്ച് ആണെന്ന് ഞാൻ പറഞ്ഞു. പ്രോട്ടീൻ, ഫൈബർ എല്ലാം ഉണ്ട്. ഇത് ഫിറയുടെ കറുത്ത കടല. ഇന്ത്യയിൽ കാലാച്ചെന്നൈ എന്ന് പറയും. കാലാച്ചെന്നൈ. അതുകൊണ്ടാണ് നമ്മൾ എന്തിനാണ്, ഞാൻ മലയാളിയാണ്. ഫിറയുടെ കടല, ഇത് പകുതി കുക്ക് ചെയ്തിട്ടുള്ള ഫിറയുടെ കടല. നമുക്കിത് ഒഴിക്കണോ? വേണ്ട, ഞാൻ ഒഴിക്കാം. ഓ, ഇതൊക്കെ അറിയാല്ലേ. ഇപ്പൊ ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഒരു വിശ്വാസമൊക്കെ വന്നില്ല. ആവി വന്ന് ഫിറയുടെ പുട്ടുപൊടി റെഡിയാക്കി വെച്ചിരുന്നു. ഇതാണ് ഫിറയുടെ പുട്ടുപൊടി. ഞാൻ അതെടുത്ത് ഓൾറെഡി
പുട്ടിന്റെ പൊടി നനച്ചു ഓൾറെഡി നമ്മൾ നനച്ച് വെച്ചിട്ടുണ്ട്. ഷെഫ് ഭയങ്കര ഹെൽപ്ഫുൾ ആവി വന്നു. ഫിറ കടല പകുതി വെന്തത് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നു, അത് പകുതി തിളച്ച് ആകാറായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഷെഫ് തയ്യാറാക്കിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് അരപ്പ് എന്തൊക്കെയാ ഇതിലുള്ളത്? തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി. തേങ്ങ, മുളക് പൊടി. സാധാരണ നോർമൽ കടലക്കറി വെക്കുന്ന എന്താണെന്ന് അറിയില്ലേ? അറിയില്ല. കടലക്കറി അറിയില്ല. പറഞ്ഞുതരാം, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പ്രത്യേക ഒരു ക്ലാസ് തരുന്നതായിരിക്കും. അങ്ങനെ അരപ്പുകളെല്ലാം ചേർത്തിട്ടുള്ളതാണ്. നിങ്ങളെന്താ ഒരു ശത്രുവിനെ പോലെ ഈ ഓണക്കാലത്ത് എന്നോട് പെരുമാറുന്നത്? നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ അതുണ്ടാക്കുന്നത്. അതാ ഞങ്ങളുടെ പേടി. ഹോസ്റ്റലിൽ ഡെയിലി ചീത്ത ഫുഡ് വന്നിട്ട് ചേട്ടനെ അടുത്ത് കിട്ടിയപ്പോൾ ഒരു പ്രതീതി. ഇങ്ങനെ ഇളക്കാനെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു. അതാ വന്നട്ടെ. അയ്യോ എന്റെ നല്ല കുട്ടി. പുട്ട് പുഴുങ്ങോ? ആ പുട്ട് പുഴുങ്ങാൻ അറിയാലല്ലേ? അതപ്പോ നമ്മൾ ആദ്യമായിട്ട് ഫിറ ഫുഡ്സിന്റെ പുട്ടുണ്ടാക്കുകയാണ്. ഫസ്റ്റ് തേങ്ങാപ്പീര. പുട്ടിന് തേങ്ങാപ്പീര നേരത്തെ പറഞ്ഞല്ലോ. ഞങ്ങൾ ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ ഇതിനു മുമ്പ് പുട്ടുണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. ഇത് പാകത്തിന് നമ്മുടെ ഷെഫ് ഫിറയുടെ പുട്ടുപൊടി അനുയോജ്യമായ വെള്ളത്തില് ഉപ്പൊക്കെ ചേർത്തിട്ട് കുഴച്ച് വെച്ചിരിക്കുകയാണ്, നനച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ. തേങ്ങാപ്പീര ഇട്ടു. ഇനി ഫിറാപ്പൊടി. കുത്തിയെടുക്കുന്നതാണ് ടാസ്ക്. പ്ലേറ്റ് ഞാൻ അങ്ങോട്ട് വെക്കും. ഇത് കുത്താനായിട്ടുള്ള കമ്പി ഇവിടെ ഉണ്ട്. ഇത് ശരണ്യ റെഡിയാണെന്ന്. ശരണ്യ കുത്തണ്ട, ഇത് കുത്തി കൃത്യമായിട്ട് ഉടയാണ്ട് ആ പുട്ട് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ വനജയുടെ കടലക്കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് ഫിറയുടെ കടല വേവിച്ചുള്ള വറുത്തരച്ച കടലക്കറിയാണ്. അതുപോലെ തന്നെ ഫിറയുടെ പുട്ടുപൊടി വെച്ചിട്ടുള്ള പുട്ടും റെഡി ആയിട്ട് നമുക്ക് നോക്കാം ഇതിന്റെ റിസൾട്ട് എന്താ. നല്ല മണം വരുന്നുണ്ട്. അതെങ്കിലും സത്യം പറ, നല്ല മണം വരുന്നുണ്ട്. നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ലുക്ക് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. നോക്കിക്കേ ഷെഫ്, ഇത് വെന്തിട്ടുണ്ട്. നമുക്കിത് ബാക്കി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആയിട്ടുണ്ട്. നമുക്ക് തീ അണച്ചിട്ടേ വന്നിട്ടുണ്ട്. ഷെഫ് വനജയുടെ പുട്ടും കടലയും നമ്മുടെ അവിയലും. അതിനകത്തൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ അവിയലും ഷെഫ് വനജ കുഴപ്പമില്ല. ഉഗ്രനായിട്ടുണ്ട് കേട്ടോ, അടിപൊളി. ഇളനീര് പീസാണത്. ആദ്യമായിട്ട് അവിയലിനകത്ത് കഴിക്കുന്ന ഒടുക്കത്തെ ടേസ്റ്റ്. ഷെഫ് ഉണ്ടാക്കിയോണ്ട് പറഞ്ഞല്ലോ കേട്ടോ, നല്ലതാണ്. നിർത്താനേ പറ്റുന്നില്ല. കഴിക്കൂ. ഇത് അവിയലായിട്ട് അവർ ഇത്രയും ആസ്വദിച്ച് കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. ഇത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ. ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി എൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. അപ്പോൾ ഈ അവിയലിനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കഷ്ണങ്ങളെല്ലാം അവിയൽ പരുവത്തിൽ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. തേങ്ങയും ജീരകവും ഒരല്പം വെളുത്തുള്ളിയും പച്ചമുളകൂടെ ചേർത്ത് ചതച്ച് അധികം ചമ്മന്തി പരുവത്തിൽ അരച്ച് മാറ്റി വയ്ക്കുക. ഇതിനകത്തൊരു സ്പെഷ്യലായിട്ട് വെള്ളത്തിലല്ല ഇളനീരിനാണ്. അപ്പോൾ ഒരു ഇളനീര് വെടല പരുവത്തിലുള്ള കരിക്ക് കട്ട് ചെയ്ത് അവിയലിൻ്റെ കഷ്ണം പോലെ ആക്കിയും അതിൻ്റെ വെള്ളം മാറ്റി വയ്ക്കണം. എന്നിട്ടൊരു പാനിലേക്ക് അല്ലെങ്കിൽ അവിയൽ ഉണ്ടാക്കുന്ന കട്ടിയുള്ള ഒരു ഉരുളിലേക്ക് മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയും കറിവേപ്പില ഉപ്പിട്ട് ഒരു മറിനേഷൻ ഉണ്ടാക്കി ഈ പച്ചക്കറി ഒരു 20 മിനിറ്റ്സ് മാറിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് തീ കത്തിച്ച് കരിക്കും വെള്ളത്തിൽ മെല്ലെ വേവിക്കുക. കഷ്ണങ്ങൾ വെന്ത് വരുന്ന പരുവത്തിൽ അതിൻ്റെ നടുക്കായിട്ട് ഈ അരച്ച് വെച്ച അരപ്പ് മാറ്റി വെച്ച് തട്ടിക്കൂട്ടിയിട്ട് കഷ്ണങ്ങൾ വീണ്ടും നമ്മൾ സ്റ്റീമിൽ വേവിച്ച് വെന്ത് വരുന്ന സമയത്ത് ചുമന്നുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചതച്ച് മേലെ വിതറുക. ഈ പറഞ്ഞ അരപ്പിൻ്റെ മുകളിലായിട്ട് കുറച്ച് കട്ട തൈര് ഒഴിച്ച് തീ അണച്ചിട്ട് ഇവിടെ ആ വെടലക്കരിക്ക് ലാസ്റ്റ് ഒരു ഗാർണിഷ് പോലെ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ്സ് ആവിയിൽ മൂടി വെച്ച് തീ അണച്ച് വെച്ചിട്ടെടുത്താൽ സുന്ദരമായ ഒരു വെറൈറ്റി ഇളനീർ അവിയൽ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് ഒരു സ്പെഷ്യൽ അവിയലാണ് ഇളനീർ അവിയൽ. അപ്പോൾ ഇത് വെള്ളത്തിന് പകരം കരിക്കിൻ വെള്ളം ഒഴിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. താങ്ക് യു. അപ്പം നമ്മുടെ ഫിറ ഫുഡ്സിന്റെ പുട്ടും കടലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതപ്പോൾ ടേസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. യുവർ പെർമിഷൻ, ഞാൻ ആദ്യം അനഘക്കുട്ടിക്ക്, പിന്നെ ശരണ്യക്കുട്ടിക്ക്, പിന്നെ അവസാനം വനജക്കുട്ടിക്ക്.
കുട്ടിക്ക് നമ്മുടെ കൂടെ നിന്ന് മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം. നൈസ്. നമ്മൾ വെറുതെ വനജയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതാണോ? കൊള്ളാം. നല്ല ഒന്നാന്തരം സ്വാദ്, അതുപോലെ നല്ല സോഫ്റ്റ് മയമുണ്ട് ഷെഫേ. അപ്പം ഫിറ ഫുഡ്സിന്റെ പുട്ടുപൊടിയും കടലക്കറിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഈ ഓണത്തിന്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒരു പുട്ടുകച്ചവടം നടത്തിയത്, പക്ഷെ അത് വൻ വിജയമായിരുന്നു. സകലതും പരാജയം, ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഞാൻ പകുതി ക്രെഡിറ്റ് എടുക്കുന്നു, പകുതി ഫിറ ഫുഡ്സ് എടുക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം. കുറച്ച് ഞങ്ങളും എടുക്കുന്നുണ്ട്. എടുത്തു ഇളക്കിയില്ലേ ഇടയ്ക്ക്. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം ബോത്ത് ഓഫ് യു. ആക്ച്വലി എനിക്ക് ഞാൻ സുമിയുടെ പ്രോഗ്രാം ഞാൻ മുടങ്ങാതെ കാണുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുമി പെർഫോം ചെയ്യുന്നത്. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ വനജ, ബൈ. ഞാൻ ഇതുകൊണ്ട് കഴിക്കട്ടെ. ബൈ. ശരണ്യ, അനഘ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഭയങ്കര സന്തോഷം. നല്ല രസകരമായ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഇന്ന് പ്രേക്ഷകർക്കും എനിക്കും കേൾക്കാൻ പറ്റി. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പോലുള്ള നല്ല ക്യാരക്ടേഴ്സ് രണ്ടു പേർക്കും വരട്ടെ. അപ്പോൾ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നിങ്ങൾക്കും പ്രൗഡ്, ഓരോ മലയാളികൾക്കും നിങ്ങളുടെ പാരൻസിനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ പ്രൗഡാവുന്ന രീതിയിലുള്ള അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മുടെ LG കൂട്ടുകാരത്തിൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ അല്ലേ. സോ ശരണ്യ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. അനഘ, താങ്ക് യു സോ മച്ച്. പ്രേക്ഷകരോട് രണ്ട് വാക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാം. ഓണാശംസകൾ നേരാം. യെസ്. ഒരുപാട് സന്തോഷം. ഒരിക്കലും വിചാരിച്ചില്ല ഇതുപോലെ ഒരു സ്റ്റേജിൽ വന്നിട്ട് സാറിൻ്റെ ഈ അവിയൽ ഡിഷ് ട്രൈ ചെയ്യാൻ പറ്റുമെന്ന്. എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് അവിയൽ. എനിക്കിപ്പോൾ പോയി പറഞ്ഞു കൊടുക്കുന്നതിലൊരു ത്രില്ലാണ് ഞാൻ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം. ചെറുപ്പം തൊട്ട് എനിക്ക് പാചകവും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഷെഫ് പിള്ളയുടെ ഒരുപാട് പ്രോഗ്രാം കാണാറുണ്ട്. നമ്മുടെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റ്സിൽ പോകാറുണ്ട്, അതെല്ലാം ചെയ്യാറുണ്ട്. അങ്ങനെ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഒരു ലാഗോ റെസ്റ്റോറൻറ്റും തുടങ്ങിയത് തന്നെ. അപ്പോൾ അങ്ങനെ ഈ നിമിഷത്തിൽ എനിക്ക് ഈ ഒരു അവസരത്തിൽ ഷെഫ് പിള്ളയുടെ കൂടെയും എനിക്ക് വേദി പങ്കിടാൻ സാധിച്ചു. ഒത്തിരി സന്തോഷം. ആൻഡ് താങ്ക് യു ഫോർ യുവർ ഡിഷ്. സോ താങ്ക് യു അനഘ, താങ്ക് യു ശരണ്യ. അത് പറഞ്ഞ പോലെ ഇദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റ് കൂടെ പാലയിൽ ചെയ്തുകൊണ്ട്, ലഗോ എന്നാണ് പേര്. നിങ്ങളൊക്കെ പോയി ആ റെസ്റ്റോറൻറ്റിലൊക്കെ ട്രൈ ചെയ്യുക. ലാഗോ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഓണക്കൂട്ടിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. താങ്ക് യു സോ മച്ച്.